വിഘ്നേശ്വരായ നമഃ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം. നക്ഷത്ര ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് ഇന്ന് പറയുന്നത് കർക്കിടക മാസത്തിലെ സമ്പൂർണ്ണ മാസഫലമാണ്. കർക്കിടകത്തിൽ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിത നിലവാരം, ഉയർച്ചകൾ, നിങ്ങളുടെ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ്. ഭാഗ്യ പെരുമഴയായി പലർക്കും കർക്കിടക മാസം വരുന്നുണ്ട്, ഉയർച്ചയിലേക്കും വരുന്നുണ്ട്. അതുകൊണ്ട് കർക്കിടക മാസത്തിലെ 5 കൂറുകാർക്ക് ഉള്ള സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് പറയുന്നത്, മാസഫലമാണ് പറയുന്നത്. ആദ്യത്തേത് മേടക്കൂറിലുള്ള അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രങ്ങളാണ്. വരവിലും അധികമായ ചിലവുകൾ നിങ്ങൾക്ക് വരുന്ന സമയമാണ്. പ്രാർത്ഥനകളൊക്കെ മുടങ്ങാതെ നടത്തണം. രാത്രി യാത്രകളൊക്കെ കുറച്ച് ഒഴിവാക്കുക. ചെറിയ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമാണ്. പഠന മികവ്, അതുപോലെ തന്നെ ഉപരിപഠനത്തിലുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. നിസ്സാരമായ ചെറിയ അസുഖങ്ങളൊക്കെ വരാം. അതുപോലെ കലാവാസന പ്രകടിപ്പിക്കാൻ അവസരം അവർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. വിദേശത്ത് നിന്നും സഹായങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ട് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർ കുറച്ച് ശ്രദ്ധിച്ചൊക്കെ മുന്നോട്ട് പോയാൽ ഈ കർക്കിടകത്തിൽ അവർക്ക് നല്ല രീതിയിലുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് പൂജകളും കർമ്മങ്ങളും ഒക്കെ, പിതൃക്കൾക്കുള്ള പൂജകളും ഒക്കെ നടത്താൻ നിങ്ങൾ തീർച്ചയായും ശ്രമിക്കണം. അത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച തന്നെ കൊണ്ടുവരും. അപ്പോൾ ഇടവം രാശിയിലെ കാർത്തിക, രോഹിണി, മകീരം നക്ഷത്രത്തെക്കുറിച്ചാണ്. പൊതുവേ നല്ല സമയമാണ് നടക്കുന്നത്. എന്നാലും സ്വന്തമായി ചെയ്യുന്ന കാര്യങ്ങൾ, ബിസിനസ്സുകൾ എല്ലാം വിജയകരമായി മാറും. മംഗളകർമ്മങ്ങളൊക്കെ പങ്കെടുക്കാൻ ബന്ധുമിത്രാദികളുടെ വീട്ടിലൊക്കെ ചെല്ലുകയും അതുപോലെ കുടുംബസമേതം പോവുകയും ഒക്കെ ചെയ്യും. ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തണം. കലാകാരന്മാരാണെങ്കിൽ, സിനിമ സീരിയൽ രംഗത്തുള്ളവരാണെങ്കിൽ അവർക്ക് നല്ലൊരു സമയമാണ്. അതുപോലെ ഓഹരി ഇടപാടുകൾ ലാഭകരമായി മാറും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ. അതുപോലെ പുതിയ വാഹനങ്ങൾ വാങ്ങാൻ ശ്രമിച്ചിരുന്നവർക്ക് അതിനുമുള്ള സമയമായിട്ടുണ്ട്. യാത്ര മാറ്റിവെക്കേണ്ടി വരും. അതായത് വിദേശ യാത്രയൊക്കെ പോകാനിരുന്നവർക്ക് അതൊന്ന് മാറ്റിവെക്കേണ്ടി വരും. താൽക്കാലികമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് പുതിയ പ്രണയബന്ധങ്ങളൊക്കെ ഉടലെടുക്കുന്ന സമയമാണ് കാർത്തിക, രോഹിണി, മകീരം നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ പുതിയ വിവാഹ ബന്ധങ്ങളും വരാം. ആ ബന്ധം മൂലം ചിലർക്കൊക്കെ നല്ലൊരു സമയം എത്തിച്ചേരും എന്നുള്ളതാണ്. അടുത്തത് മിഥുനം രാശിക്കാരായ മകീരം, തിരുവാതിര, പുണർന്ന നക്ഷത്രക്കാരാണ്. ഉല്ലാസയാത്ര നടത്തും. ആർഭാടങ്ങൾക്കായി ധാരാളം പണം ചിലവഴിക്കും. തൊഴിൽ രംഗത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ പൂർവിക സ്വത്ത് നിങ്ങളുടെ കൈവശം വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ കർക്കിടക മാസത്തിൽ. അതുപോലെ സർക്കാരിൽ നിന്ന് ചില ആനുകൂല്യങ്ങൾ അനുവദിച്ച് കിട്ടും. രാഷ്ട്രീയക്കാർക്ക് നല്ല ഗുണകരമായ കാലമാണ്. ആരോഗ്യമൊക്കെ തൃപ്തികരമാണ്. ബന്ധുക്കളെ സഹായിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ മനസ്സിലുണ്ട്. അതും തീർച്ചയായും നിങ്ങൾ നടത്തിയെടുക്കണം. ക്ഷേത്ര ദർശനങ്ങൾ നടത്തണം. പുണ്യസ്ഥലങ്ങളിൽ പോകുന്നുള്ള പ്രയോജനങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക്, മകയിലും തിരുവാതിര, പുണർന്ന നക്ഷത്രക്കാർക്ക് നല്ല രീതിയിൽ അനുഭവം ഉണ്ടാകും. കുടുംബത്തിന് നല്ല നേട്ടങ്ങളും നിങ്ങൾക്കുള്ള കുടുംബത്തിന്റെ പുരോഗതിയുമൊക്കെ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായും ക്ഷേത്ര ദർശനങ്ങൾ നടത്തണം എന്ന് പറയുന്നത്. ദൈവം ഒപ്പം ഉണ്ടെങ്കിൽ മാത്രമേ പല കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, ഭക്തി കൈവിടാതെ സൂക്ഷിക്കുക. അടുത്തത് കർക്കിടകം രാശിയിലെ പുണർന്നം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. വിശേഷ വസ്ത്രങ്ങൾ സമ്മാനമായി ലഭിക്കുന്ന സമയമാണ്. ദീർഘകാലമായി നിങ്ങൾ അനുഭവിച്ചിരുന്ന പ്രതിസന്ധികളൊക്കെ തീരാൻ പോകുന്നു. അതാനി അങ്ങ് ഒഴിവാകും. പങ്കാളിയെ കൊണ്ട് നിങ്ങൾക്ക് നേട്ടമുണ്ടാകും. അതായത് അവരുടെ കുടുംബത്തെ കൊണ്ട് നിങ്ങൾക്ക് നേട്ടമുണ്ടാകുന്നതാണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ചിലവൊക്കെ വർദ്ധിക്കുമെങ്കിലും കുട്ടികൾ നല്ല രീതിയിൽ മെച്ചപ്പെട്ട് നല്ല നിലയിലെത്തും. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അത് സാധിക്കുന്ന സമയമാണ്. വീട് വെക്കാനായിട്ട് അടിസ്ഥാനങ്ങളൊക്കെ കെട്ടിയിടാനുള്ള ഒരു സമയം കൂടി വരുന്നുണ്ട്. ആരോഗ്യകാര്യത്തിലൊക്കെ ഭയപ്പെടേണ്ടതില്ല. അപ്പോൾ ഈ കർക്കിടകം രാശിയിലെ പുണർന്ന, പൂയം, ആയില്യം നക്ഷത്രക്കാരൊക്കെ ഒരു ക്ഷേത്ര ദർശനങ്ങളിലൊക്കെ നടത്തുമ്പോൾ പൂജകളൊക്കെ ചെയ്ത് വേണം തിരിച്ചു വരാനായിട്ട്. ദേവീ പൂജയോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള നാരങ്ങാ വിളക്കോ ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. അടുത്ത ചിങ്ങക്കൂറിലെ മകം, പൂരം, ഉത്രം നക്ഷത്രങ്ങളാണ്. ഈശ്വരാധീനമുള്ള ഒരു സമയമാണ്. ആയതിനാൽ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിജയിക്കും. പുണ്യകർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്ന സമയത്ത് അത് അനുഷ്ഠിക്കണം. പുതിയ ബിസിനസ് അല്ലെങ്കിൽ കമ്പനികളിലെ ചുമതലകൾ ഏറ്റെടുക്കാൻ പറ്റിയിട്ട് കാലം വന്നുകൊണ്ടിരിക്കുന്നു. ഭാഗ്യം കൊണ്ട് ചില നേട്ടങ്ങൾ അപ്രതീക്ഷിതമായി ഉണ്ടാകും. ധനം, അതുപോലെ ലോട്ടറി ഭാഗ്യമൊക്കെ കാണിക്കുന്നുണ്ട്. വരുമാനം വർദ്ധിക്കും. പുതിയ ജോലി തേടുന്നവർക്ക് അത് വിദേശത്തായാലും സ്വദേശത്തായാലും ലഭിക്കുമെന്നാണ് കാണിക്കുന്നത്. പങ്കാളിയുടെ ആരോഗ്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചിങ്ങക്കൂറിലെ മകം, പൂരം, ഉത്തരം നക്ഷത്രക്കാർക്ക് ഇതൊക്കെയാണ് ഇപ്പോൾ സമയം നടക്കാൻ പോകുന്നത്. അടുത്ത കന്നിക്കൂറിലെ ഉത്തരം, അത്തം, ചിത്തിര നക്ഷത്രങ്ങളാണ്. ചെയ്യാത്ത കുറ്റങ്ങളൊക്കെ ആരോപിക്കപ്പെടാം. മേലുദ്യോഗസ്ഥരുടെ എതിർപ്പ് നേരിടേണ്ടി വരും. യാത്രാവേളയിൽ ചില വിലപിടിപ്പുള്ള വസ്തുക്കളും രേഖകളൊക്കെ നഷ്ടപ്പെടും. അതൊന്ന് ശ്രദ്ധിക്കണം. അഭിപ്രായ ഭിന്നത വീട്ടിൽ ചിലതൊക്കെ ഉണ്ടാകും. അച്ഛനുമായിട്ടോ അമ്മയായിട്ടോ ഭാര്യയായിട്ടോ മക്കളായിട്ടോ അതൊക്കെ ഒരു താൽക്കാലികമായ പ്രശ്നങ്ങളെ ഉണ്ടാവും. അതുകൊണ്ട് ഈ മാസഫലത്തിൽ നിങ്ങൾക്ക് പലതും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സമയമാണ്. ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, അത് അഭിനയമായാലും മറ്റുള്ള സാങ്കേതിക മേഖലയിലായാലും പ്രവർത്തിക്കുന്നവർക്ക് നല്ലൊരു സമയമാണ്. വീട് നിർമ്മാണം പകുതിയായിരുന്നവർക്ക് വീട് മൊത്തത്തിൽ പണി തീർക്കാനുള്ള സാമ്പത്തിക നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് ഈ പറയുന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. തുലാക്കൂറിലുള്ള ചിത്തിര, ജ്യോതി, വിശാഖം നക്ഷത്രമാണ് അടുത്തത്. ഉന്നത വ്യക്തികളുടെ സഹായം ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവ് ലഭിക്കുന്ന സമയം. വരുമാനത്തിൽ വർധനവ്. എതിരാളികളെ കൊണ്ട് ചില നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാർക്കുണ്ടാകും. കുറച്ചു കാലമായി അലട്ടിക്കൊണ്ടിരുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ
ഇതൊക്കെ നിങ്ങളിൽ നിന്ന് മാറിപ്പോകും. സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങളും രേഖകളും ഒക്കെ മുടങ്ങിയിരുന്ന നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. വീട് വയ്ക്കാനും വാഹനം വാങ്ങാനുമുള്ള യോഗമുണ്ട്. വിദേശവാസ യോഗമുണ്ട്. അത് ചിത്തിര, ചോതി, വിശാഖക്കാർ ഇതൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോവുക. അടുത്ത വൃശ്ചികം രാശിയിലെ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. പൊതുവെ അവർക്ക് നല്ല സമയമാണ്. ഈശ്വരാധീനം കുറഞ്ഞിരുന്ന സമയമായിരുന്നു, അത് മാറി വന്നിട്ട് അവിവാഹിതരുടെ വിവാഹമൊക്കെ തീരുമാനമാകുന്ന സമയമാണ്. കാർഷിക വൃത്തി ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലതാണ്. കുടിൽ വ്യവസായങ്ങൾ, അതുപോലെ മറ്റ് ആൾക്കാരുമായുള്ള പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ, അതിനകത്തൊക്കെ മെച്ചമായി വരുമാനം വർദ്ധിക്കും. ഉന്നത വ്യക്തികളുമായുള്ള സൗഹൃദങ്ങൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് വിശാഖ, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക്. ആരോഗ്യകാര്യത്തിലൊന്നും ഭയപ്പെടാനില്ല, അതൊക്കെ നല്ല രീതിയിൽ പോകും. രാത്രി യാത്രയോട് കുറച്ച് ശ്രദ്ധിക്കുക. സാമ്പത്തിക ഞെരുക്കം ഉണ്ടായിരുന്നത് മാറി വരുന്ന സമയമാണ്. നല്ല അടുത്ത സുഹൃത്തിന്റെ സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നതിൽ നിങ്ങൾക്ക് അതിലും മെച്ചമായ കുറെ കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ്. അടുത്തത് ധനു രാശിയിലെ പൂരാടം, മൂലം, ഉത്രാടം നക്ഷത്രങ്ങളാണ്. കുടുംബത്തിലൊരു മംഗളകർമ്മം നടക്കും. ഉല്ലാസയാത്രയിൽ പങ്കെടുക്കും. പുതിയ വാഹനം വാങ്ങാനുള്ള യോഗമുണ്ട്. ഉന്നത അധികാരികൾ നിങ്ങളുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നേടിയെടുക്കാനായിട്ട് നിങ്ങളെ സമീപിക്കും എന്നുള്ളതാണ്. അത്രയ്ക്കും ഉള്ള നല്ലൊരു സമയമാണ്. നിങ്ങൾ അടുത്ത ബന്ധുവുമായി ചെറിയ അഭിപ്രായ ഭിന്നതയൊക്കെ ഉണ്ടായിരുന്നത് മാറിക്കിട്ടും. ദൈവാധീനമുള്ള കാലമായതിനാൽ പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്ന പോലെ നടക്കും. ഒരു ലോട്ടറി ഭാഗ്യം, സാമ്പത്തിക നേട്ടം, നിധിഭാഗ്യം ഒക്കെ ഉള്ള നക്ഷത്രമാണ്. ആരോഗ്യം കുറച്ചൊന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം. അപ്പോൾ മകരത്തിലെ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രം. അപ്പോൾ ഈ നക്ഷത്രങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പണയം വെച്ച് ഉരുപ്പടി തിരിച്ചെടുക്കാൻ സാധിക്കുന്ന സമയമായി വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ താല്പര്യമുണ്ടാകും. പങ്കാളികൾ തമ്മിൽ കുറച്ച് അഭിപ്രായ ഭിന്നത ഉണ്ടാകാം. എങ്കിലും ഭൂമി വാങ്ങാനുള്ള ആഗ്രഹം കുറച്ച് നീണ്ടുപോരുന്നതൊക്കെ നേടിയെടുക്കാൻ കഴിയും. പുതിയ ജോലി ലഭിക്കും. വിദേശവാസ യോഗ്യമുണ്ട്. ഓഹരി ഇടപാടുകൾ ലാഭകരമാകും. പ്രാർത്ഥനകൾ മുടങ്ങാതെ നടത്തുക. ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്ക് കുഴപ്പമില്ലാത്ത സമയങ്ങളൊക്കെയാണ്. അടുത്തത് കുംഭക്കൂറുകാരായ അവിട്ടം, ചതയം, പൂരൂരുട്ടാതി നക്ഷത്രക്കാരാണ്. നിങ്ങൾക്ക് നല്ല സമയമാണ്. അതുപോലെ തന്നെ ഇത് സാമ്പത്തികമൊക്കെ വന്നു ചേരും. എങ്കിൽ തന്നെയും കയ്യിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ ചിലവായി പോവുകയും ചെയ്യും. പങ്കാളിയെ കൊണ്ട് ചില ഭാഗ്യ അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം. അതുപോലെ ഭാര്യയുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ, കുടുംബ വഴക്കുകളൊക്കെ ഒത്തുതീർപ്പാകുന്ന ഒരു സമയമാണ്. രാഷ്ട്രീയ പ്രവർത്തകർക്കും സിനിമാ പ്രവർത്തകർക്കും അതുപോലെ മറ്റ് കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ലതാണ്. നഴ്സിംഗ് വിദ്യാർത്ഥികളായി പഠിച്ച് പാസ്സായി നിൽക്കുന്ന, ജോലിക്ക് അപേക്ഷിച്ചിരിക്കുന്ന സ്ത്രീകൾക്ക് നല്ലൊരു ജോലി കിട്ടാനുള്ള സാധ്യതകളുണ്ട്. സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ കഴിയും. ആരോഗ്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. വലിയ ഉല്ലാസയാത്രയിലൊക്കെ പങ്കെടുത്ത് നല്ല സ്ഥലങ്ങളിലൊക്കെ പോയി കാഴ്ചകൾ കാണുവാനും ദേവീ ദർശനങ്ങൾ പോലെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ എത്തി ദർശനം നടത്താനുമുള്ള ഒരു യോഗമുള്ള സമയമാണ്. അതുകൊണ്ട് പൂജാതി കർമ്മങ്ങളൊന്നും മുടക്കാതെ മുന്നോട്ട് പോകുക. ഈ കുംഭത്തിലെ അവിട്ടം, ചതയം, പൂരൂരുട്ടാതി നക്ഷത്രക്കാർക്ക് പൊതുവെ കുഴപ്പമില്ലാത്ത സമയമാണ്. അതുപോലെ തന്നെ മീനത്തിലെ പൂരൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഇവർക്ക് വരുമാനം മെച്ചപ്പെടുന്ന പുതിയ സംരംഭങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. ധാരാളം യാത്രകൾ നടത്തും. പുതിയ വീട് സ്വന്തമാക്കാൻ സാധിക്കും. ത്വക്ക് രോഗങ്ങൾ, അതുപോലെ ചില അലർജി രോഗങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. പ്രണയിതാക്കളാണെങ്കിൽ സന്തോഷകരമായ കാലമാണ്. വിവാഹമൊക്കെ നടക്കും. മനക്ലേശമൊക്കെ വിട്ടുമാറുന്ന ഒരു സമയം കൂടിയാണ്. കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിനും ലാഭകരമായ അല്ലെങ്കിൽ അതുപോലെ തന്നെ അതിന് മെച്ചമായ ബിസിനസ്സുകളിലേക്ക് പോകാൻ പറ്റും. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഈ രാശിപ്രകാരം അല്ലെങ്കിൽ ഈ പറയുന്ന കൂറുകാർക്കുള്ള ഇപ്പോൾ നടക്കാൻ പോകുന്ന കർക്കിടകത്തിലെ മാസഫലം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെയും നിങ്ങൾ ഈ ചാനലിൽ ജ്യോതിഷഭക്തി കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം. അടുത്ത ജ്യോതിഷഭക്തിയുമായി വീണ്ടും എത്തുന്നവരെ നമുക്ക് വീണ്ടും കാണാം. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.